ആദ്യം തന്നെ നമുക്ക് സോൾഫുൾ ക്ലാസിക്സ് റൗണ്ടിലേക്ക് പോവാം. പാടാൻ വരുന്നു അശ്വതി. നീരജദലനയനേ നീരജദലനയനേ ദേവി നിഹാരശൈലതനയേ നീരജദലനയനേ ദേവി നിഹാരശൈലതനയേ നീരജദലനയനേ. വർഷവും വസന്തവും ഗ്രീഷ്മവും ശിശിരവും വർഷവും വസന്തവും ഗ്രീഷ്മവും ശിശിരവും വന്നു പോകുന്നതറിയാതെ സ്നേഹതപസ്വിനി നീ നിൽപ്പൂ ശിവപ്രേമത്തിൻ ജ്വാലയിൽ നീ ദഹിപ്പൂ. ഗമ ഗമ ഗ ഗമ ദമ ഗ സനി സധനി സ സാനി സാനി ദമ ഗമ ഗമ ഗ ഗമ ദമ ഗ സനി സധനി സ സാനി സാനി ദമ സ മമ മ ഗമ മമ സ ഗമ ധനി സനി ദമ ഗ സ മദ ദ ദ മ നി 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 മ സ സ സ നി ധ നി സ സ ഗമ ഗ നി സ സ ധനി നി മദ ദ ഗമ മ ഗ സ നി ധ സ നി ധ മ നി ധ മ ഗ. നീരജദലനയനേ ദേവി നിഹാരശൈലതനയേ നീരജദലനയനേ. ജ്വാലയും പൂനിലവായി നിന്റെ പാദപ്രണാമം ചെയ്യൂ. ആദപജ്വാലയും പൂനിലവായി നിന്റെ പാദപ്രണാമം ചെയ്യൂ. സ്നേഹത്തിൻ സത്യവും സൗന്ദര്യവും പരമേശ്വര പ്രണയിനി ഗമ ഗമ ഗ ഗമ ദമ ഗ സനി സധനി സ സാനി സാനി ദമ ഗമ ഗമ ഗ ഗമ ദമ ഗ സനി സധനി സ സാനി സാനി ദമ സ മമ മ ഗമ മമ സ ഗമ ധനി സനി ദമ ഗ സ മദ ദ ദ മ നി 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 മ സ സ സ നി ധ നി സ സ ഗമ ഗ നി സ സ ധനി നി മദ ദ ഗമ മ ഗ സ നി ധ സ നി ദ മ നി ദ മ ഗ. നീരജദലനയനേ ദേവി നിഹാരശൈലതനയേ നീരജദലനയനേ. അച്ചു ചേച്ചി ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് കാണാൻ. താങ്ക് യു. ടെൻഷൻ ഉണ്ടോ? ചെറുതായിട്ടുള്ളൂ. അതല്ല സ്വരം ഭാഗത്ത് വരുമ്പോൾ. അപ്പൊ ഞങ്ങൾ ചോദിക്കേണ്ട 2 ചോദ്യങ്ങൾ തീർന്നു. തീർന്നു. ചേച്ചി അച്ഛമ്മ നന്നായി പാടി മോളെ. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു. ഇതും
ഈ പറയുന്ന മാതിരി ഒരു കോമ്പറ്റീഷൻ വേദിയിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരാൾ പാടി കേൾക്കുന്നത്. നല്ലൊരു സോങ് സെലക്ഷൻ മോളെ. ആ സോങ് സെലക്ഷൻ ഏതാ രാഗം? ഹിന്ദോളം. ഹിന്ദോള രാഗം വരുമ്പം തന്നെ നമുക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ്. അത് അവിടെ നിന്ന് മാറാൻ കുറച്ച് സമയം എടുക്കും. അത്ര നല്ല മനോഹരമായിട്ടുള്ള ഒരു രാഗം. അത് നമ്മുടെ സൂപ്പർ ഓർക്കസ്ട്ര സൂപ്പറായിട്ട് വായിച്ചു. ഉഗ്രനെ മോള് പാടിയതാണെങ്കിൽ മോള് വളരെ നന്നായി പാടി. താങ്ക് യു മാം. എന്നാൽ ഇതിൽ ചില മോൾക്ക് തോന്നിയ പ്രശ്നങ്ങൾ എന്താണ്? സ്വരം ഭാഗത്ത് ആ സഗമപ്പ അത് സഗമപ്പയല്ല, സഗമത അത് അതൊന്ന് ശരിക്ക് പാടും. സമമമ ഗമമമ സഗമദനി സനിതമഗസ സഗമദനി സനിതമഗസ സ്ലോ ആയിട്ട് പാടും. സഗമദനി സനിതമഗസ അത് കുറച്ചുകൂടെ സ്പീഡിൽ പ്രാക്ടീസ് ചെയ്യണം. ശരി. സഗമദനി സനിതമഗസ സഗമദനി സനിതമഗസ സഗമദനി സനിതമഗസ സഗമദ സഗമദനി സനിതമഗസ സഗമദനി സനിതമഗസ സഗമദനി സനിതമഗസ സഗമദനി സനിതമഗസ സാ വിട്ടിട്ട് നീതമഗസ മാത്രം പാടും. നിതമഗസ ആ കേട്ടോ. നിതമഗസ സനിതമഗസ 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 അത് ആ അവരോഹണം മാത്രം പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് സാ ഇല്ലാതെ നീതമഗസ പാടി പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അത് അങ്ങനെ ചെയ്യുമ്പോഴേ, അതല്ലാതെ നമ്മൾ എപ്പോൾ ഉറക്കത്തുനിന്ന് വിളിച്ച് എണീപ്പിച്ചാലും അത് പാടാൻ പറ്റണം. അനുപല്ലവിയിലും ചരണത്തിലും മോൾ അതേ സ്ഥലത്താണ് സ്ലിപ്പായി പോയത്. അത് പുഷ്പം പോലെ പാടാൻ പറ്റുമായിരുന്നു. അത് എന്താന്നുള്ള ആ പ്രാക്ടീസ് കുറവാണത്. ആ ഒരു ഇങ്ങനത്തെ സംഗതികൾക്കൊക്കെ ഒരുപാട് പ്രാക്ടീസ് വേണം. അത് നോട്ട്സ് സ ഗ മ ദ നി സ സ നി ഗ മ ഗ സ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓരോ നോട്ട്സ് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യാനുള്ള ശ്രമം നടത്തണം. അത് എനിക്ക് അതാണ് ഒരു മെയിൻ ഘടകം ഇതിൽ തോന്നിയത്. പിന്നെ ശിവപ്രേമത്തിൻ എന്തായിരുന്നു മോളോ ആ ലൈന്? ശിവപ്രേമത്തിൻ ആ സംഗതിക്കൊക്കെ കുറച്ചുകൂടെ ഒരു ഭംഗിയാവാം. ഒന്നുകൂടെ പാടി. ശിവപ്രേമത്തിൻ ആ കുറച്ചുകൂടി അതിന് ക്ലാരിറ്റി. അതുപോലെ കുഞ്ഞു സംഗതികളാണ് ഇതിൻ്റെ അകത്തുള്ളത്, പാട്ടിൻ്റെ അകത്ത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തോന്നിയത് കുറച്ചുകൂടി ഒരു പെർഫെക്ഷൻ ആവാമായിരുന്നത്. കാരണം ഹിന്ദോള രാഗം നല്ലപോലെ എസ്റ്റാബ്ലിഷ് ചെയ്തു. വേറെ ഏതാ ഒരു ഓർമ്മ വരുന്ന ഒരു പാട്ട് ഇത് കേൾക്കുമ്പോൾ? കവോൺ പാറു പറ. ഈ പാട്ട് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്ന മറ്റൊരു ഗാനം പെട്ടെന്ന് ഓർമ്മ ഒരു ക്ലാസിക്കൽ പാട്ടാണ്. നീ നടിയല്ല, സംഗീതജ്ഞയാണ്. അതാണ് ഞങ്ങളുടെ സംഗീത അജ്ഞാന്നാ വിചാരിച്ചിരുന്നത്. ഉമ്മ ചക്കരുമ്മ ഗുഡ് ഗേൾ. ഇങ്ങനെയാണ് പാട്ട് പഠിക്കുന്നത്. നമ്മളിങ്ങനെ റിലേറ്റ് ചെയ്ത് പോകണം. അപ്പോൾ നല്ലൊരു പാട്ട് സെലക്ഷൻ. മോളു സോമശേഖരൻ സാറെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊരു വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുന്നു. കാരണം അദ്ദേഹം എത്ര മനോഹരമായ മലയാളം പാട്ടുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൽ ഞാനും അദ്ദേഹത്തിന് സിനിമയിൽ 2-3 പാട്ടുകൾ പാടിയിട്ടുണ്ട്, പിന്നെ സീരിയലിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നല്ലൊരു മനുഷ്യൻ, നല്ലൊരു പാവം മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹം എപ്പോഴും ചിരിച്ച മുഖത്തോടെയാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിരിക്കുന്നത്. നമ്മുടെ വളരെ ഫേമസ് ആയിട്ട് ദാസേട്ടൻ്റെ ശബ്ദത്തിൽ ഒരു മനോഹര ഗാനമുണ്ട്. പുളിയിലക്കരയോലും പുടവ ചുറ്റി കുളിർ ചന്ദനത്തോടു കുറിച്ചാർത്തി. അതിൽ ദാസേട്ടൻ്റെ ശബ്ദം, ആ സുസ്മിത എന്ന് പറയുന്ന ഒരു പോർഷനുണ്ട്. മനോഹരം. ആ ഗാനം ഞാൻ ഓർക്കുന്ന ഈ ഒരു അവസരത്തിൽ മോളെ, ഈ മ്യൂസിക് ഡയറക്ടറുടെ പേര് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ആ ഒരു പാട്ടാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. ഈ പാട്ട് കൊണ്ടുവന്നതിൽ ഐശ്വര്യമായിട്ടുണ്ട്. കാണാൻ നന്നായി പാടുകയും ചെയ്തു. ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. താങ്ക് യു ചേച്ചി. MG സർ. അശ്വതി സാർ പാടി, പക്ഷെ അതിനകത്ത് ഒരുപാട് ഇപ്പം മഞ്ജരി പറഞ്ഞല്ലോ, കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്, ഒരുപാട് അതുപോലെ തന്നെ കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട് സ്വരത്തിലും അതുപോലെ തന്നെ പാട്ടിലും. ആ ഒരു രാഗം പാടിക്കഴിഞ്ഞാൽ ആ രാഗഭാവത്തിലുള്ള പാട്ട് പാടുമ്പോൾ അതിൻ്റെ ഗമകങ്ങളും ബാക്കി അതിൻ്റെ രീതിയുണ്ടല്ലോ, ആരോഹണം അവരോഹണം ഒക്കെ കറക്റ്റായിട്ട് വരണം. എന്നാലേ ശരിയാത്ത. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും. ഓൾറെഡി മഞ്ജരി പറഞ്ഞു സ്വരങ്ങളുടെ. ഇത് ഒറിജിനൽ ശ്രുതിയിലാണോ പാടിയത്? അല്ല സാർ. അല്ല. അവിടെ തന്നെയാണ് ഒരു മൈനസ് മാർക്ക് വരുന്നത്. കാരണം വേറൊന്നുമല്ല, ഇത് മോള് വളരെ താഴെ പാടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്ത്. അപ്പം ഇതിൻ്റെ ഒറിജിനൽ സ്കെയിലിൽ വരുമ്പോഴേ ഇതിൻ്റെ ഒരു ഗാംഭീര്യം കിട്ടത്തുള്ളൂ. ആ ഹിന്ദോള രാഗത്തിൻ്റെയും
ഒരു ഗാംഭീര്യത വരണമെങ്കിൽ അത് അതിൽ തന്നെ വരണം. നീരജദള നയനേ എന്ന് വരുമ്പോൾ ഒരു പ്രസൻസ് വരും. അതിൽ മോൾക്ക് പാടാൻ പറ്റുമോ? ഒരു 2 വരിയെങ്കിലും ഒന്ന് കേൾക്കാൻ. നീരജദലനയനേ ആ ഓക്കെ. നീരജദലനയനേ നെക്സ്റ്റ് നീഹാര. ദേവി ആ. നിഹാര ശൈലതനയേ നീ. നല്ല സുഖമായിട്ട് വരുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടുണ്ട്. പിന്നെ വർഷവും വസന്തവും തുടങ്ങി വരെ കേൾക്കട്ടെ. വർഷവും വസന്തവും ഗ്രീഷ്മവും ശിശിരവും ശിശിരവും. ശിശിരവും ഇതിന്റെ ഹൈ നോട്ട് എവിടാ പോകുന്നേ? വന്നു പോകുന്നതറിയാതെ ആ സ്നേഹതപസ്വിനി നീ നിൽപ്പൂ. എന്താ പ്രശ്നം? ക്ലാരിറ്റി വന്നാൽ മതി. പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ പാടിക്കൂടെ മോളെ? കാരണം മറ്റേത് പാടുമ്പോഴത്തേക്ക് നമുക്കൊരു ഒരു പ്രസൻസ് ഓഫ് ഒരു ക്ലാരിറ്റി കിട്ടത്തില്ല കേട്ടോ. എപ്പോഴും അത് ഒന്നുമില്ല, ഹാഫ് നോട്ടെങ്കിലും കുറയ്ക്കായിരുന്നു. ഇത് ഒരു ഫുൾ ടോൺ കുറയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഇത് നഷ്ടപ്പെടും. പിന്നെ സോമശേഖരൻ, ഞാൻ സോമേട്ടാന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഡയറക്ടറുണ്ട്. ഈ ജാതകം എന്ന് പറഞ്ഞ സിനിമയുടെ ഡയറക്ടർ ആരാന്നറിയോ? സുരേഷ് ഉണ്ണിത്താൻ. ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചാണ്, ക്ലാസ്മേറ്റ്സാണ്. സുരേഷ് ഉണ്ണിത്താൻ്റെ ബ്രദറാണ് ഈ ആർ സോമശേഖരൻ. ഒരുപാട് നല്ല പാട്ടുകൾ ചെയ്ത ഒരു വ്യക്തിയാണ്. ഞാനും കുറേ പാട്ട്, എനിക്ക് ഓർമ്മയില്ല, കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് സീരിയൽസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആൽബംസ് ഉണ്ട്, സിനിമയുണ്ട്. ഞാനും പാടിയിട്ടുണ്ട്, കുറേ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പം എന്തായാലും സോമേട്ടൻ്റെ ഒരു പാട്ട് കേൾക്കാൻ സാധിച്ചതിൽ സന്തോഷം. അതുപോലെ തന്നെ എന്നെ ഒരുപാട് സിനിമയെ പാടിച്ച വ്യക്തിയാണ് സുരേഷ് ഉണ്ണിത്താൻ, ഡയറക്ടർ. അപ്പം എല്ലാവർക്കും ഓരോ നന്ദി പറയുന്നു. മോൾ ഈ പാട്ടെടുത്തതിനും താങ്ക് യു വെരി മച്ച്. മോൾ പാടി, പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, എന്തായാലും നന്നായിരുന്നു, സംഭവം കൊള്ളാം. എന്നാലും ഒന്നുകൂടെ ബെറ്റർ ആക്കണം അടുത്ത പാട്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ, എന്തോ എങ്ങനെയുണ്ടായി അച്ചുവിന്റെ പാട്ട്? അച്ചു സാർ അച്ചുവിന് ഇഷ്ടമായോ? പ്രാക്ടീസ് ചെയ്ത് അത്ര വന്നില്ല. ഇപ്പോ മഹാ അബദ്ധമായിരുന്നു കാണിച്ചു കൂട്ടിയത്. അണ്ണൻ വേറൊരു ശ്രുതി പാടിച്ചില്ലേ മോള്? പക്ഷേ മുകളിൽ കറഞ്ഞ ഇച്ചിരി ബുദ്ധിമുട്ടുന്നുണ്ട്. പക്ഷെ എങ്കിലും ഇത് പ്രസൻസ് ഇല്ലായിരുന്നു തുടങ്ങുമ്പോൾ. അത്ര താഴൊക്കെ ഇടയിലായിരുന്നു, പാതാളത്തിലായിരുന്നു നിന്ന് പാടിയത്. അതല്ലാതെ കുറച്ചും കൂടെ അപ്പം കുറച്ച് പ്ലസൻ്റ് ആവും. അതുകൊണ്ടാണ് കേട്ടോ. ഈ അല്ലാതെ വേറെ എന്താണ് മോള് ഇതിനെ പാടി, അത് എങ്കിലും നമുക്ക് കേൾക്കുന്ന കേൾവിക്കാരന് എന്ന് തോന്നണ്ടേ. സിമ്പിൾ, അത്രേ ഉള്ളൂ. നന്നായിട്ട് തന്നെ പാടി. പിന്നെ ആ സ്വരം, ഈ പല്ലവേടെ എന്ത് പാടിയേ മോളെ, അതിനൊക്കെ ഒരു ക്ലാരിറ്റി വരും. അവിടെ വേറൊരു ടോൺ കയറി വരുന്നുണ്ട്, ലോ ആയതുകൊണ്ടാണ്. നിഹാരശൈല പാടിക്കോ. ഇപ്പൊ അവിടെ പാടുമ്പോൾ ഈ ഒരു ശ്രുതി കുറച്ചിട്ട് മുഖം അവിടെ സ്ക്രീനാണ്. ഒരു അന്തരീന അത് ബി, അത് എ അല്ല. അത് അടിക്കാൻ വരുന്ന പോലല്ലേ ഇരിക്കുന്നത്. അത് അതിനെന്താ ഇങ്ങോട്ട് വരുന്നതിന് എന്താണ് നിനക്ക് ഈ അവരോഹണത്തിൽ ആരെങ്കിലും കൈവശം തന്നിട്ടുണ്ടോ? പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കുഴപ്പമുണ്ട് അതിന്. അത് ഒറിജിനൽ പിച്ചിൽ പാടിച്ചു കറക്റ്റായിട്ട് പാടും. ഇത് ബെറ്ററാണ്, ബെറ്ററാണ് ഡെഫിനറ്റ് ആയിട്ട്. ബട്ട് നീ അതിനെല്ലാം ഒരു സ്വഭാവം വേണ്ടേ? ആ ഒഴുകി വരുന്നതിൻ്റെ എല്ലാവരും അങ്ങനെ അല്ലല്ലോ. പാതി ഒഴുക്ക് നിന്നിട്ടാണ്. ഇടയ്ക്ക് ഭാരതപ്പുഴയുടെ സ്വഭാവം വരുമോ, വറ്റി വരളുവോ? അപ്പം അത് കൃത്യമായിട്ട് അവിടെ നിന്ന് വരുന്ന പോലെ ഇങ്ങനെ എത്തട്ടെ. അതൊരു കോൺഫിഡൻസ് ഇല്ല. പാതി ആകുമ്പോഴത്തേക്ക് മൊത്തം കോൺഫിഡൻസ് ചോർന്ന് അങ്ങ് പോവുക. അങ്ങനെ വരരുത്.
പിന്നെ സ്വരം. അതൊന്ന് പാടാമോ? ചുമ്മാ അത് പാടിയാൽ മതി. ഗമ ഗമ ഗ ഗമ ദമ ഗ സനി സധ നിസ സാനി സാനി ദമ ഗമ ഗമ ഗ ഗമ ദമ ഗ സനി സധ നിസ സാനി സാനി ദമ സമ മമ ഗമ മമ സഗമ ധനി സനി ദമ ഗ സ 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 സനി ദമ ഗ സ. സനി ദമ ഗ സ സനി ദമ ഗ സ. അത് ധൈര്യമായിട്ടങ്ങ് പാട്, കേസൊന്നും എടുക്കത്തില്ലടാ. പാടിക്കേ. സമ മമ ഗമ ഒന്നുകൂടെ ഒന്നുകൂടെ സനി ദമ ഗ സ കുറച്ചും കൂടെ സനി ദമ ഗ സ ഒന്നുകൂടെ സനി ദമ ഗ സ 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 സനി ദമ ഗ സ. മതി, കുഴപ്പമില്ല, നന്നായിരുന്നു. ഇപ്പൊ ഓൾമോസ്റ്റ് ശരിയാണ് കേട്ടോ. അത് ധൈര്യമായിട്ട് അങ്ങ് പാടുക, അത്രേ ഉള്ളൂ. ധൈര്യക്കുറവാണ് അച്ചുവിന്. പിന്നെ ആ ബൃഹായുടെ ക്ലാരിറ്റി കുറച്ചും കൂടെ ശുദ്ധമാവണം, അതേ ഉള്ളടാ. ബാക്കി ഒന്നും കുഴപ്പമില്ല. പിന്നെ സഞ്ജയ് ഉഗ്രായിരുന്നു നിന്റെ ജതി. നിന്റെ ജതി ആയിരുന്നു ഇതിലെ ഹൈലൈറ്റ്. ഐ ലവ് യു. താങ്ക് യു സാറേ, ലവ് യു ടു. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്സ് ചോദിക്കാം. റെഡി? എം ജി സർ, എന്തോ എത്രയാണ് സർ അച്ഛന്റെ മാർക്ക്? സോ ഇറ്റ്സ് 8.3. റാങ്ക് ഹോൾഡറെ അടുത്ത വട്ടം വരുമ്പോ ഇമാതിരി മാനസിക വിഭ്രാന്തിയും കൊണ്ട് വരരുത് കേട്ടോ. ഓക്കെ ചേച്ചി. അച്ചുക്കുട്ട, ഈ ഒരു പെർഫോമൻസിന് 8.2. ടോട്ടൽ 16.5. അടുത്തതായി റൊമാൻറ്റിക് മാസ്റ്റർ റൗണ്ടിൽ പാടാൻ വരുന്നു സ്നേഹ. தொடர்ந்திட மனம் இங்கு துடிக்குதே துடிக்குதே. கதையிலே கனவிலே உறவுகள் உணர்வுகள் உருகுதே உருகுதே. பிழையிலே வழியிலே அருவிகள் விழிகளில் பெருகுதே பெருகுதே. வாழும்போது ஒன்றா வாழ வேண்டும் வாவா. விடியும் போது எல்லோர்க்கும் விடியும் இங்கு வாவா. உந்தன் அன்பு இல்லாது எந்தன் ஜீவன் இல்லாது நீ எங்கே என் அன்பே. நீ இன்றி நான் எங்கே. மீண்டும் 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 நீதான் இங்கு வேண்டும். உந்தன் அன்பு இல்லாது
മഞ്ചരി ചേച്ചി പാട്ട് തീരുന്നതിന് മുന്നേ ഇവിടെ എത്തി. ചേച്ചി അയ്യോ എന്താ ഞാൻ പറയാ, ഈ കുട്ടി ഇന്ന് എൻ്റെ ഹൃദയം കീഴടക്കി. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടിയ നീ എങ്കിൽ ഇതൊരു ബ്രില്യൻ സെലക്ഷൻ ആയിരുന്നു സർ. കാരണം സ്വർണലത അക്ക പാടിയ പാട്ട് അത് ആ വോയിസിനെ മാച്ച് ചെയ്യുന്ന ഒരു വോയിസ്. ആഹാ, എനിക്കിങ്ങനെ അത് ഫീൽ ചെയ്തു. ഒന്നാമത് രാജാ സാറിന്റെ പാട്ട് എന്ന് പറയുന്നത് ഇത് വേറെ ഈ ചിന്നത്തമ്പി എന്ന് പറഞ്ഞ പടത്തിലെ എല്ലാ പാട്ടുകളും ഹിറ്റാണ്. അതിൽ ഈ പാട്ട് ഞാൻ കേട്ടോണ്ടിരിക്കും. എൻ്റെ സൂപ്പർ ഓർക്കസ്ട്ര, നിങ്ങളെ ഞാൻ എന്താ നമിക്കുന്നു. ഫ്ലൂട്ട് അസാധ്യം, അതിലെല്ലാം ഒന്നൊന്നിന് മെച്ചമായിട്ട് നിങ്ങൾ എന്ത് മനോഹരമായിട്ടാണ് വായിച്ചത്. ഗൂസ് ബംസ് ആയിരുന്നു സത്യത്തിൽ. അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല, അത്ര മനോഹരമായിട്ട് ഈ കുട്ടി പാടുകയും ചെയ്തു. മോളെ ഗോഡ് ബ്ലെസ് യു, ഫാന്റാസ്റ്റിക്, സോ പ്രൗഡ് ഓഫ് യു. ഈ മിഠായി പെട്ടി, തുറക്കാം ചേച്ചി. ഞാൻ മഞ്ചരി പെട്ടി. ചേച്ചി പേര് മാറ്റരുത്, ഞങ്ങൾ പേരിട്ടിട്ടുണ്ട്. മഞ്ചരി പെട്ടി, മിഠായി കൊടുത്തു ചേച്ചി ഇതിന് മിഠായി പെട്ടി എന്ന് പേര് മാറ്റി. മഞ്ചരി പെട്ടി. അവിടെ ഇരുന്ന് പറയാം ബാക്കി. ഓക്കെ, താങ്ക് യു. സ്നേഹമോള് ആദ്യമായിട്ടല്ലേ പെട്ടി തുറക്കുന്നത്? ആദ്യമായിട്ട് സ്നേഹമോൾ പെട്ടി തുറന്നിരിക്കുന്നു, അതും മഞ്ചരി പെട്ടി. ചേച്ചി ഉമ്മ കൊടുത്തതാ. ചേച്ചിയുടെ ലിപ്സ് അതവിടെ ഇരിക്കട്ടെ. ഓക്കെ, സുന്ദരിയായിട്ടുണ്ട് ഒന്നാമത് കാണാൻ. പിന്നെ ഈ ഒരു പടം ഇറങ്ങിയ സമയത്ത് ഇതൊരു കോളിളക്കം സൃഷ്ടിച്ചൊരു പടമായിരുന്നു. ഇതിൻ്റെ ഓരോ സീൻസും നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എല്ലാ പാട്ടും ഇതിൽ ഹിറ്റാണ്. രാജാ സാറുടെ മ്യൂസിക്കിന്റെ മാജിക് ഇല്ലെങ്കിൽ ഒന്നും സാധ്യമല്ല. മോളെ ഡീറ്റെയിൽസ് പറയൂ. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഇളയരാജ സാറാണ്. ലിറിക്സ് വാലി സർ, പാടിയിരിക്കുന്നത് സ്വർണലത മാം. മൂവി ചിന്നത്തമ്പി. അത് ഒരു വണ്ടർഫുൾ സെലക്ഷൻ തന്നെ മോളെ. കാരണം മോളുടെ വോയിസിന് ചേരുന്ന ഒരു പാട്ട് ആദ്യം മുതൽ അവസാനം വരെ ഫീൽ എന്ന് പറഞ്ഞാൽ നല്ല ഫീൽ ഉണ്ടായിരുന്നു കേൾക്കാൻ. അതാണ് ആ പാട്ടിന്റെ ആ ഒരു സോൾ മോൾ ഉൾക്കൊണ്ട് പാടി. ഐ ലവ്ഡ് ഇറ്റ്, മറ്റൊന്നും പറയാനില്ല. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. MG സർ. സ്നേഹ നന്നായിരുന്നു മോളെ, നല്ല രസമായിട്ട് പാടി കേട്ടോ. അത് എനിക്ക് കൂടെ എനിക്ക് എന്താണ് സ്വർണലതയുടെ ഒരു വോയിസിന്റെ ടിന്റ് വരുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നി. അപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പാട്ടെല്ലാം നന്നായിരുന്നു. ഈ സംഗതികൾ പാടുമ്പോൾ ഈ സ്വർണലതയുടെ വേറൊരു സ്റ്റൈൽ ഓഫ് സംഗതിയാണ് സ്വർണലതയ്ക്ക്. കാരണം ഈ റൗണ്ട് ചെയ്യാതെ കട്ട് ചെയ്ത് വരുന്നൊരു സംഗതി വരും. അത് മോൾ അതുപോലെ തന്നെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കൂടുതൽ ഭാഗങ്ങൾ നന്നായിട്ടാണ് പാടിയതെങ്കിലും നീയെങ്കെ ഞാനിങ്കെ അത് പല സ്ഥലങ്ങളിലും ശ്രുതി കുറച്ച് തോന്നിയോ? കുറച്ച് ശ്രുതി അവിടെ പോയതുപോലെ തോന്നി. അതുപോലെ തന്നെ ഈ ഹൈ പോർഷൻസിൽ ചരണത്തിന്റെ എൻഡിലും അത് വേറൊന്നുമല്ല, അവിടെ തന്നെയാണ് രാജാ സാർ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുക. ഇപ്പൊ താഴെ വന്നാലും വീണ്ടും മേളിപ്പോവും. ഒരു വല്ലാത്ത കമ്പോസിഷനാണ്. അപ്പോൾ അവിടെ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരാളെ നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ തൊട്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വേദനയുണ്ടാവും എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ മേളിൽ തന്നെ നിർത്തിക്കഴിഞ്ഞാൽ ഒരു സിംഗർക്ക് ഭയങ്കര പ്രയാസമാണ് ഒരു ടേക്കിലൊക്കെ പാടാൻ വേണ്ടിയിട്ട്. പക്ഷെ മോളത് മാക്സിമം കറക്റ്റായിട്ട് തന്നെ വന്നു. കുറച്ച് ശ്രുതി അതേ ഉള്ളൂ, ബാക്കിയെല്ലാം ഗംഭീരമായിട്ട് നന്നായിട്ട് തന്നെ പാടി. അപ്പോൾ രാജാ സാറിൻ്റെ ഒരു പാട്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, ആറ്റിറമ്പിലെ കൊമ്പിൽ. ആ പാട്ട് സാർ എന്നെ പഠിപ്പിച്ചു തരികയാണ്. സാറല്ല പഠിപ്പിക്കുന്നത്, സുന്ദർരാജാണ് പഠിപ്പിക്കുന്നത്. രാജാ സാർ ഒരിക്കലും അങ്ങനെ പഠിപ്പിക്കാൻ വരത്തില്ല, കറക്റ്റ് ചെയ്യാനേ വരത്തുള്ളൂ. അപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ പോവാണ്. മോക്കറിയാം ആ പാട്ട്? ഏലമലക്കാവിലോട്ട് പഠിക്കും. വേണേ രണ്ടുപേരും കൂടെ പാടിക്കോ. പഠിക്കോ. സാ 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 മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇനിയും അവിടെ തന്നെ ആണോ എന്ന് വിചാരിച്ചു. അതിന്റെ അടുത്ത ലൈൻ പാടിക്ക്, നിന്നെ കളിയാടാൻ
താരാരിര 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 താരി. അത് നോക്കിയോ നോക്ക്. അതുവരെ എന്ന സായിൽ നിന്നിട്ട് സനിതപമകരീസ ഒരൊറ്റ വരമാണ് ഒരു ലൈനിൽ. അതാണ് രാജാ സാർ. ഒന്നാലോചിച്ച് നോക്കി. അതുവരെ സായിൽ നിൽക്കുകയാണ്. എങ്ങോട്ട് പോകുമെന്ന് അറിഞ്ഞൂടാ. അവിടെ സനിതരി സനിതപമതപമകരി ഗമപമകരീസ ആറ്റിറമ്പിലെ കറക്റ്റായിട്ട് എടുക്കാനും പറ്റി. അതുപോലെയാണ് ഈ പാട്ടിൻ്റെ ഒരു ഗതി. പക്ഷേ മോള് കറക്റ്റായിട്ട് പാടി കുറച്ച് ശ്രുതി ഒന്ന് ലയിച്ച് നിന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ബ്യൂട്ടിഫുൾ. ബാക്കിയെല്ലാം നന്നായിരുന്നു. താങ്ക് യു സർ. ശരത് സർ. എന്തോ സ്നേഹ, സർ. നല്ല പാട്ട്, ഉഗ്രം പാട്ട്, നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. ഞാനും എഴുതി വെച്ചേക്കുന്ന ഒരു സ്വർണ്ണലത അപ്പുറത്ത് അയലത്തൂടെ നടന്നു പോകുന്ന ഒരു വികാരമുണ്ട് ശബ്ദത്തിൽ. സ്വർണ്ണലത പാടിയ വേറെ ഏതെങ്കിലും പാട്ട് അറിയാമോ? കുയിൽ പാട്ട്. ആ അതെല്ലാം ഇത് ഈ സെറ്റപ്പാണ്. പിന്നെ വേറെ മലയാളത്തില് മാണിക്യക്കല്ല്. മാണിക്കക്കല്ല്. മാണിക്കക്കല്ല്. അത്ര അറിഞ്ഞൂടാ. ആ അല്ല, ഞാൻ ചുമ്മാ ഇതൊക്കെ അറിയാമോന്ന് അറിയാൻ. ഒരു ആട്ടമ തേരോട്ടമ. വല്ലാഹേ. ഡിഫറെന്റ് ശബ്ദമാണ് സ്വർണ്ണലത. ഈ സ്വർണ്ണലത ഇങ്ങനെ പാടുന്നതിനൊക്കെ മുമ്പ് നമ്മുടെ വീട്ടിൽ വരും. വൈകുന്നേരം വരും സ്വർണ്ണലത, 2 ബ്രദേഴ്സ്, ഒരു ചേച്ചി, എല്ലാവരും കൂടെ. ഞങ്ങളുടെ അപ്പം നമ്മുടെ വീട്ടിലും എണ്ണത്തിന് കുറവൊന്നുമില്ല. അപ്പോൾ അവരെല്ലാവരും സംഗീതമാണ്. ആ ചേച്ചിയൊക്കെ അതുപോലെ ആ 2 ബ്രദേഴ്സും രാജഗോപാലും മറ്റേ അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ അത് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് എല്ലാ സ്ഥലത്തും പോകത്തുള്ളൂ. ഒരാളായിട്ട് ആരെയും കാണാനൊക്കത്തുള്ളൂ. ഒരാളെ കണ്ടാൽ അപ്പുറത്ത് ഇങ്ങനെ നോക്കിയാൽ കാണാം, ആ ഏരിയയിലൊക്കെ കാണും ബാക്കിയുള്ളവരും കൂടെ. അപ്പോൾ രാജാസാറിൻ്റെ ഇവിടെ തന്നെ പറയുന്നത് എന്താ, സ്വർണ്ണലത ഫാമിലിയെ കൂപ്പിടുക. അപ്പോൾ എല്ലാവരും വരും. അവർ അത്ര സ്നേഹവും. ഇപ്പോൾ ഈ സ്വർണ്ണലത അപ്പം വീട്ടിൽ വന്നാലും നമ്മൾ പാടിക്കാൻ പാട് സ്വർണ്ണലത എന്ന് പറഞ്ഞാൽ പാടുമെന്നുള്ള അല്ലാതെ ഒരു അക്ഷരം ഇത്രയും എത്ര വർഷം നമുക്ക് പരിചയമുണ്ട്, ഒരു അക്ഷരം സംസാരിച്ചിട്ടൊന്നുമില്ല. അവിടെ എൻ്റെ അടുത്ത് ആകെ പാടി അണ്ണൻ പാടാൻ വന്ന പാട്ട് ഇത് ഇങ്ങനെ അല്ലായിരുന്നല്ലോ ട്യൂണെന്ന് പറഞ്ഞ് ഭയങ്കര ചിരിയായിരുന്നു. അന്നാണ് സ്വർണ്ണലത ചിരിച്ച് കാണുന്നത്. പിന്നെ രവീന്ദ്ര മാസ്റ്ററിൻ്റെ റീ റെക്കോർഡിങ്ങിന് പോയിട്ട് അബദ്ധം പറ്റി നിന്നതും ഒക്കെ ഞാനിങ്ങനെ ഓർക്കുന്നു. സ്വർണ്ണലത സച്ച് എ സ്വീറ്റ് ഹാർട്ട്. എനിക്ക് സത്യത്തിൽ സ്വർണ്ണലത മരിച്ചു എന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോയിട്ട് കണ്ടപ്പോൾ എനിക്ക് ഒരു വിധത്തിൽ അത് സ്വർണ്ണലതയായിട്ട് തോന്നുന്നില്ല. എനിക്ക് സ്വർണ്ണലത നമുക്കറിയാവുന്ന ഒരു സ്വർണ്ണലത ഉണ്ട്, അത് അങ്ങനെ ഒരാളെ അല്ല, വേറെ ആരോ കിടക്കുന്ന പോലെ തോന്നുന്നു. എനിക്കത് വല്ലാതെ വിഷമമായിപ്പോൾ. അതുപോലെ മാൻഡലിൻ യു ശ്രീനിവാസ്, അദ്ദേഹം മരിച്ചപ്പോഴും ഞാൻ കാണാൻ പോയപ്പോൾ നമ്മൾ കണ്ടപോലെ ശ്രീനിവാസ് അല്ലത്, വേറെ ഏതോ ഒരു മനുഷ്യൻ. പോട്ടെ. പക്ഷെ വളരെ നന്നായിട്ട് പാടി. അതിൽ കൂടുതലൊന്നും പറയാനില്ല. ഇതിൻ്റെ സീൻ കണ്ടിട്ടുണ്ടോ? ഈ ഫിലിം കണ്ടിട്ടുണ്ടോ? ഫിലിം കണ്ടിട്ടില്ല, പക്ഷേ സ്റ്റോറിയൊക്കെ അറിയാം. സ്റ്റോറി എഴുതിയത് സ്നേഹമാണോ? ഒരു രത്നം ചുരുക്കം പറയാമോ? പ്രഭു സാറും ഖുഷ്ബു മാമാണ് ആക്ട് ചെയ്യുന്നത്. പ്രഭു സാറ് ഒരു പുവർ ഫാമിലിയിൽ നിന്നാണ്. പിന്നെ ഖുഷ്ബു മാം ഒരു റിച്ച് ഫാമിലിയിൽ നിന്നാണ്. അപ്പോ പ്രഭു സാറിന് ഒരു ജോലി കിട്ടും വീട്ടില്, ബോഡി ഗാർഡായിട്ട് തോന്നുന്നു. പിന്നെ സ്നേഹിക്കും. പിന്നെ എന്തോ ഒരു ഖുഷ്ബു മാമിന്റെ ബ്രദേഴ്സുമായിട്ട് എന്തോ പ്രഭുവിന് അതിൽ കുറച്ച് ബുദ്ധി വളർച്ചയില്ല. അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അറിയാണ്ട് താലി കെട്ടിയൊക്കെ ചെയ്യും ഖുഷ്ബുവിന് കൊണ്ട്, ചുമ്മാ രസത്തിന്, ജസ്റ്റ് ഫോർ ഫൺ എന്ന് പറഞ്ഞിട്ട്. അതാണ് ഇഷ്യൂ. അത് വലിയ അടിയായി. അത് ഉഗ്ര സക്സസ് ആയിരുന്നു കേട്ടോ. ഇത് പി വാസു സാറിൻ്റെ ഡയറക്ഷനിലുള്ള ഫിലിമാണത്. എല്ലാ പാട്ടുകളും ഹിറ്റ്, പടം അതിഭീകര ഹിറ്റ്. അതിപ്പോൾ എന്തായാലും നമ്മുടെ പ്രഭു സാറിന് അത്രയ്ക്കൊരു നല്ല മനുഷ്യനാണ്. എന്തായാലും നന്നായി സ്നേഹ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു സർ. ഓക്കെ, നമുക്ക് മാർക്സ് ചോദിക്കാം. മഞ്ജരി ചേച്ചി 9.5. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, എം ജി സർ, അപ്പൊ അതിലും കൂടുതലാണോ? പിന്നെ തീർച്ചയായിട്ടും 100 മാർക്കം കണ്ട. ഞാനൊരു 9.8 ഒക്കെ ഉദ്ദേശിച്ചു. ഞാന് മഞ്ജരിയുടെ കൂടെ ചേരുന്നു. 9.5. താങ്ക് യു സർ. സോ ടോട്ടൽ 19 മാർക്സ്. സൂപ്പർ. അപ്പോ മഞ്ജരി പെട്ടി തുറന്നു. നല്ല മാർക്സുമായി ചേച്ചിയുടെ മുത്തവുമായി സ്നേഹമോൾ പോകുന്നു. ഓക്കേടാ.
ഓൾ ദി ബെസ്റ്റ്. അടുത്തതായി സോൾഫുൾ ക്ലാസിക്സ് റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മളുടെ സ്വന്തം ഗോവിന്ദ്. ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം, ഗാനം ദേവഗാനം അഭിലാഷ ഗാനം. മാനസവീണയിൽ കരപരിലാളന ജാലം, ജാലം ഇന്ദ്രജാലം. അതിലോല ലോലം ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു ഗാനം. ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ. ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ. ചൊരിയുമളവിലിളമിഴികളിളകിയതി മൃദുല തരള പദ ചലന നടനമുതിരൂ ദേവി. പൂങ്കാറ്റിൽ ചാഞ്ചാടും തൂമഞ്ഞിൻ വെൺതൂവൽ കുടി പോലഴകേഴു സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം. ഏതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയധമനികളിലേതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയധമനികളിൽ അവയിലുണരുമൊരു പുതിയ പുളകമതലഹരിയൊഴുകി വരും അരിയ സുഖനിമിഷമേ പോരോ. ആരോടും മിണ്ടാതിയാരോ മൽത്തീരത്തിൽ അനുഭൂതികളിൽ ഏഴു സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം, ഗാനം ദേവഗാനം അഭിലാഷ ഗാനം. മാനസവീണയിൽ കരപരിലാളന ജാലം, ജാലം ഇന്ദ്രജാലം. അതിലോല
ലോലം ഏഴു സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം. ഗുഡ്. ഗോവിന്ദ് പറ. സൂപ്പറായി പാടിയല്ലോ. താങ്ക് യു. ബ്രെത്ത് കൺട്രോളിംഗ് ഒക്കെ നന്നായി പ്രാക്ടീസ് ചെയ്തോ? ഇത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു ചോദ്യം കഴിഞ്ഞു. സോറി, നിങ്ങൾക്ക് ഞാൻ അവസരം തരുന്നില്ല അല്ലേ? ചോദ്യം കഴിഞ്ഞു. ഒരു പരാതി ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല, ചുമ്മാ ചോദിച്ചോ, കുഴപ്പമില്ല. ഞങ്ങൾക്ക് മാർക്ക് മാത്രം പറഞ്ഞാൽ മതി. മാർക്കും കൂടെ അത് ഞാനിപ്പോ എം ജി സാറിനെ ഞാൻ പറയുന്നുണ്ട്, അതിന് എനിക്ക് പോയിന്റ് മാർക്ക് തരുന്നുണ്ട്. അല്ലെങ്കിൽ കൂട്ടി വെച്ചോ. അതെ പറയൂ. പ്രാക്ടീസ് ചെയ്തിരുന്നു ബ്രത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് മിസ് ആവണ്ടായിരുന്നു, പക്ഷെ ഇന്ന് കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ബ്രത്തിന്റെ മിസ്റ്റേക്ക് ചെറുതായിട്ട് വന്നിട്ടുണ്ട്. ചോദിക്കാം. ഗോവിന്ദ് സാർ. നന്നായിരുന്നു ഗോവിന്ദ്. താങ്ക് യു സാർ. കുറെ ഭാഗങ്ങൾ നന്നായിട്ട് പാടി കേട്ടോ. ഇത് ഒറിജിനൽ പിച്ചാണോ ഇത്? അരക്കട്ട കൂട്ടിയിട്ടുണ്ട്. അരക്കട്ട കൂട്ടിയോ? കൂട്ടിയോ കുറച്ചോ? കൂട്ടി. ഓക്കെ. അപ്പം മോൻ പാടിയത് കറക്റ്റാണ്. ഈ ലോ പോർഷൻസ് ആണ് കുറച്ചൊരു പ്രോബ്ലം വരുന്നത്. അതായത് ജാലം ഇന്ദ്രജാലം അതിലോല ലോലം ഏഴു സ്വര, അവിടൊക്കെ ഒരു ഫീലും കൂടെ വേണം. ജാലം ഇന്ദ്രജാലം അതിലോല ലോലം ഏഴു സ്വരങ്ങളും തഴുകി വരുന്നൊരു അവിടൊക്കെ ഒരു ഗമകവും ഒരു ഫീലും ഇത് വരണം. അതുപോലെ തന്നെ അനുപല്ലവി പാടുമ്പം ആരോ പാടും, അതിന് വരും ആരോ പാടും ലളിത മധുരമയ ഗാനം. ആ ഗമകവും ബീറ്റും കൂടെ ഒരുമിച്ച് ശബ്ദത്തിൽ കൊടുക്കണം. മനസ്സിലായോ? മനസ്സിലായി. ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴകാരോ പാടും. ആ ഒരു കരളിലലിയും ഒരു ആ ക്ലാസിക്കൽ അല്ല എങ്കിൽ അതിൻ്റെ ആ ഒരു പഞ്ചുണ്ടല്ലോ ആ താളത്തിന്, അതിനാണ് രവീന്ദ്രൻ മാഷ ഠും 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 എന്നിട്ടില്ലേ. അത് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ആ ഓപ്പൺനെസ് വരണം. ആരോ താരേ, പിന്നാണ് മെലഡി വന്ന് താരേ താരേ. അപ്പൊ 2 വേരിയേഷൻ ഉണ്ട് അതിനകത്ത്. ഈ താളത്തിൽ അടിച്ച് പാടിയിട്ട് മേളിൽ കൊണ്ട് നിർത്തിയിട്ട് പിന്നെ ആരോടും താര, അത് നല്ലൊരു മെലഡി ആയിട്ട്. പിന്നെ അതിന്റെ താഴെ മോഡുലേഷനുണ്ട്. ദാസന്റെ അത് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവും. അതാണ് എനിക്ക് ഇതിനകത്തൊരു ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നിയത്. പാട്ട് കറക്റ്റായിട്ട് പാടിയിട്ടുണ്ട്, പക്ഷെ ഇതിനകത്ത് അതിൻ്റെ ഉള്ളറയിൽ കിടക്കുന്ന, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചില ഗുഡൻസ് വെളിയിൽ കൊണ്ടുവരണമായിരുന്നു. ഞാൻ പറഞ്ഞത് ശരിയാണോ? തോന്നിയോ? കൂട്ടനെ തോന്നിയോ? മനസ്സിലായി. ഇത്രയേ ഉള്ളൂ. ഇതാണ് പ്രശ്നം. ഓക്കെ. ഗോവിന്ദ ശിരോമണി സാർ, നല്ല ഉഗ്ര സെലക്ഷൻ കേട്ടോ. താങ്ക് യു സാർ. ഒരു എന്താ പറയണ്ടേ, ഒരു സമയത്ത് ഇതില്ലാതെ ഗാനമേളകളില്ലായിരുന്നു. അത് അന്നുള്ള ആളുകൾ ചോദിക്കുന്നത് 7 സ്വരം എടുക്കുമോ, എടുക്കാൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചെടുക്കാനോ, അതിനങ്ങനെ പാടുമോ? അവര് നോക്കിയിരിക്കുന്നത് എന്താണെന്നറിയോ? മറ്റേ സ്ഥലത്ത് പോവോ, അതാണ് ശ്വാസം പിടിച്ചിട്ട് അത് വരുമോ അതല്ല, അതിന് കരളിൽ അമൃതമഴ ചൊരി, അത് ആ സാധനം എത്തിയില്ല. പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ അപ്പൊ കൂവല അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പാടി തുടങ്ങുമ്പോ അവര് ശ്വാസം പിടിച്ചിരിക്കും, കിട്ടിയില്ല കൂവാൻ. നന്നായിട്ട് പാടി കേട്ടോ. ഞാനിത് നീ റിഹേഴ്സ് ചെയ്യുമ്പോൾ ഞാൻ കരുതി നിന്റെ കയ്യിൽ നിന്ന് ഇത് ഐശ്വര്യമായിട്ട് അങ്ങ് പോകുമെന്ന്. അങ്ങനെ ഒരു പ്രതീക്ഷയോടെയാണ് ഞാൻ ഇരുന്നത്. പക്ഷേ എൻ്റെ പ്രതീക്ഷ അസ്ഥാനത്തായി. നന്നായിട്ട് പാടി കേട്ടോ. പിന്നെ സുപ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം, നിനക്കൊരു കോൺഫിഡൻസ് ഇല്ല. അത് ഞാൻ തുറന്നടിക്കുകയാണ്. അതെവിടെ പോയി? പ്രാക്ടീസ് ചെയ്ത ഇടയ്ക്ക് ലോ നോട്ട് ടച്ചിങ് കുറച്ച് മുമ്പ് മിസ്സായി പോയി. അത് ടച്ച് ചെയ്തിട്ടാണ്, പിന്നെ ഇടയ്ക്ക് അത് ടച്ച് ചെയ്യാണ്ടായി. അപ്പോൾ ഒരു ടെൻഷൻ വന്നു. അതിന് ടെൻഷൻ വരുന്നത് എന്തിനാ? ഒന്നും ആലോചിക്കരുത്. അങ്ങനെ നമ്മൾ ഈ ഓവർ ടെൻഷൻ കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് അതിലൊക്കെ എക്സൽ ചെയ്യാൻ പറ്റാണ്ടായിപ്പോവും. അപ്പോൾ ഈ ആലാപിൻ്റെ ആ 3ാമത്തെ ഫ്രേസ് ഒന്ന് പാടാമോ? അതുപോലെ അതിന് ഒരു ആത്മാർത്ഥതയില്ലടാ, അത് ചുമ്മാ നിന്നങ്ങ് പാടുക. അങ്ങനാണോ?
ദാരേ ആ എല്ലാത്തിനും ഒരു സുഖം വരട്ടെ. അങ്ങനെ ആവാതെ ഓക്കെ 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 സമ്മതിച്ചു, അതിലൊരു സംശയവുമില്ല. ലോലം ലോ പോർഷൻ അത് നമുക്കിപ്പോൾ ഒന്ന് ചുമ്മാ അത് പാടിയാലോ, ചിലപ്പോൾ കിട്ടിയാലോ. അതിലോല ലോലം കരപരിലാളന ജാലം ഇറങ്ങല്ലേ ജാലം ഇന്ദ്രജാലം ഇന്ദ്രജാലം അതിലോല ആ ലോലാ പോയത് ഇപ്പൊ അതി കുഴപ്പമില്ലായിരുന്നു. അതിലോല ചെറിയതായല്ല വലിയതായ അതിലോല ലോല അതിലോല അതിലോല ലോലം ഏഴു സ്വരങ്ങളും തഴുകി വരും ഒരു ഗാനം. ചേരട്ടെ, കുഴപ്പമില്ല. പിന്നെ ആരോ പാടും ലളിത മധുരമയ ഗാനം ചക്കരെ ലളിത മധുരമയ ഗാനം പോലും ആ രണ്ട് ഇതായില്ലേ ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ അത് ചുമ്മാ പാടി പോരുത്. കരളിലമൃതമഴ ഒന്നുകൂടെ ആരോ പാടും ലളിത മധുരമയ ഗാനം പോലും കരളിലമൃതമഴ ആരോ പാടും. മതി 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 മതി, അത്രേ ഉള്ളൂ ഗോവിന്ദ കേട്ടോ. അത് ഈ കോൺഫിഡൻസ് ഇല്ലാതെ വരരുത്. ബേസ് കിട്ടിയില്ലേ കിട്ടണ്ടെന്ന്, പൈസ വേണ്ട നമുക്ക്. നമ്മൾ കൂളായിട്ട് നിന്ന് പാടും. നീ ഒരു ഒരു ചിൽ ഗൈയല്ലേ, അതിപ്പോൾ കുറച്ച് കൂളായിട്ട് നിന്ന് പാടും. കിട്ടുന്നില്ല വേണ്ടെന്ന്, ഇപ്പോൾ ആരും കേസൊന്നും കൊടുക്കത്തില്ല കേട്ടോ. അപ്പോൾ അത് വെച്ച് കൂളായിട്ട് നിൽക്കുക. അടുത്ത് ഇനി രണ്ടും കഴിഞ്ഞോ? കഴിഞ്ഞിട്ട് ഓ സമാധാനമായി. ഇത് വലിയ പരിക്കില്ലായിരുന്നു കേട്ടോ. അത് കുറേയും കൂടെ നന്നാക്കാം വേണമെങ്കിൽ കേട്ടോ. ഓക്കെ സർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി ചേച്ചി ഗോവിന്ദ് നല്ല പാട്ട് സെലക്ഷൻ, നന്നായി പാടി. ഞാൻ സത്യത്തിൽ ഗോവിന്ദ് ഈ പാട്ട് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വലിയ വെയിറ്റേജ് ഉള്ള പാട്ടാണ്, ഇതെങ്ങനെ ഗോവിന്ദ് പ്രസന്റ് ചെയ്യും എന്നുള്ള ഒരു ഭയം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഗോവിന്ദ് അസലായിട്ട് പാടി. വളരെ നല്ല ഇമ്പ്രൂവ്മെന്റ്. അതുമാത്രമല്ല ചില ഭാഗങ്ങളൊക്കെ ഫീല് സൂപ്പർബായിരുന്നു. അവിടെ ഇപ്പം ഇത് ശ്രുതി കൂട്ടിയിട്ടാണ് പാടിയതല്ലേ? ഹാഫ് നോട്ട് കൂട്ടി. എന്നാലും നല്ല ഭംഗിയുണ്ട് കേൾക്കാൻ. എനിക്ക് 2-3 സ്ഥലത്ത് മാത്രം അത് ആശ്വാസം ഫിനിഷ് ആവാത്തത് പോലെ തോന്നി. വീണയിൽ അവിടെയൊക്കെ ഒരു സംഗതിയുണ്ട്, പിന്നെ അത് ഫിനിഷ് പെട്ടെന്ന് കട്ടായ പോലെ തോന്നി. ബാക്കിയൊക്കെ സാർ പറഞ്ഞ അതേ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നു. നല്ലൊരു സെലക്ഷൻ, നന്നായി പാടി. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ എം ജി സാർ. ഗോവിന്ദൻ, ഐ എം ഗിവിംഗ് യു 8.7. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. ഗോവിന്ദ. ഓക്കെ ചേച്ചി. ചേച്ചി ഗോവിന്ദന് 8.7. താങ്ക് യു ചേച്ചി. ഓക്കെ സോ ടോട്ടൽ 17.4. താങ്ക് യു. ഓക്കേടാ. ഓക്കെ, അപ്പൊ എന്തായാലും ഗോവിന്ദന്റെ പാട്ടോടുകൂടി നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ ബൈ, ഗുഡ് നൈറ്റ്. Good night.